വെൽക്കം ബാക്ക് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. സോ ഇന്ന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ബിഗിനർ ലെവലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പാർട്സ് ഓഫ് സ്പീച്ചിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓരോ പാർട്സും നമ്മൾ ഓരോ ഡേ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ സ്റ്റേ വിത്ത് മീ ആൻഡ് ലെറ്റ്സ് ഡൈവ് ഇൻ. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇപ്പൊ പല സ്റ്റുഡൻസിനെയും നമ്മൾ കാണുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് എനിക്ക് സെന്റൻസ് എഴുതാൻ അറിയില്ല എന്നുള്ളതാണ്. അവര് പറയാറുണ്ട്, ഓക്കെ എനിക്ക് കുറെ വാക്കുകൾ അറിയാം, പക്ഷെ ഇതൊക്കെ എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് മിക്കവർക്കും അറിയുന്നത്. അപ്പൊ നമ്മള് ഇന്ന് ഈ പാർട്ട് ഓഫ് സ്പീച്ച് പഠിക്കുന്നത് ഒരു വേർഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പൊ നൗണിന് മുന്നേ ആണോ അഡ്ജക്റ്റീവ് നമ്മൾ എഴുതണ്ടേ, നൗണിന് ശേഷം എന്താണ് വരിക, അങ്ങനെ നമ്മൾ ആ സെന്റൻസിലെ വേർഡ് ഓർഡർ എങ്ങനെ അറേഞ്ച് ചെയ്യണം, എങ്ങനെ ഒരു സെന്റൻസ് എഴുതണം, ഇതിനൊക്കെ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാർട്സ് ഓഫ് സ്പീച്ച് അറിയാന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുവാണെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് നോക്കത്തില്ലേ, അതുപോലെയാണ് ഇവിടെയും ഒരു സെന്റൻസിലെ ഡിഫറെന്റ് കമ്പോണൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഏതൊക്കെ പാർട്സ് വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇന്ന് പഠിക്കുന്നത്. സോ we'll start with 8 parts of speech. So ഏതൊക്കെയാണ് ഈ 8 പാർട്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇറ്റ്സ് എ നെയിമിംഗ് വേർഡ് അല്ലെ. എന്തിനേയും നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ പേര് ആർദ്ര, നമ്മുടെ രാജ്യത്തിന്റെ പേര്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര്, അങ്ങനെ എന്തിനെ വിളിക്കുന്നത്. അപ്പൊ എന്തിനായിക്കോട്ടെ, ഇപ്പൊ ഒരു പരീക്ഷ, അതെന്ന് പറയുന്നത് എക്സാമിനേഷൻ, ഇതെല്ലാം എന്താണ് നൗൺ ആണ്. എന്തിനെയെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും നൗൺ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ദെൻ രണ്ടാമത്തേത് പ്രൊനൗൺ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു, ഒരാളെ പറ്റി ഒരു പേരിട്ട് വിളിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് ദർ നെയിം നമ്മൾ എന്ത് ചെയ്യാണ്, ഷീ അല്ലെങ്കിൽ അവനാണെങ്കിൽ ഹി എന്നൊക്കെ പറയുന്നതിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ദെൻ അഡ്ജക്റ്റീവ്, തേർഡ് വൺ ആണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിലോട്ട് പഠിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അവൾ എന്താണ് സുന്ദരിയാണ് അല്ലെ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, എങ്ങനത്തെ കുട്ടിയാണ്, സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതാണ് എന്ത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തേത് വെർബ്. എന്താണ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ ആക്ഷനെയാണ് വെർബ് എന്ന് പറയുന്നത്. ദെൻ അഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ ചെയ്തു, അത് എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട്. ഇപ്പൊ നമ്മള് പെട്ടെന്നാണോ പോയത്, ഇപ്പൊ ഒരാൾ ഓടി, എത്ര വേഗത്തിൽ ഓടി, അതിലെ ഇന്റൻസിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വെർബിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡ്വർബ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെന്റൻസിനെയോ രണ്ട് വേർഡ്സിനെയോ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. അത് പലതരം ഉണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോന്നും ഓരോ പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിവിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിലായിരിക്കും പറയുന്നുണ്ടാവുക. ദെൻ ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ചില വാക്കുകളാണ്. അപ്പൊ അതിൽ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി വേർഡ്. ദെൻ എയ്ത്ത് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രിപ്പോസിഷൻ. നമുക്കറിയാം, ഇപ്പൊ മുകളില്, താഴെ, നിയർ ബൈ, അങ്ങനെ നമ്മൾ ഓരോന്നിനും എവിടെ ഇരിക്കുന്നു, മുകളിലാണോ താഴെയാണോ, അല്ലെങ്കിൽ തിയേറ്ററിന് ഉള്ളിലാണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെളിയിലാണോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലമോ നമ്മുടെ ഡിറക്ഷൻസോ അല്ലെങ്കിൽ ടൈമോ ഒക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് അല്ലെങ്കിൽ പ്രിഫിക്സുകളാണ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആ വേർഡ്സ് ദാറ്റ് വി പ്ലേസ് ബിഫോർ ആ ഡിറക്ഷൻ പറയുമ്പോഴോ ടൈം പറയുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനോ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ നമ്മളെ 8 പാർട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നെക്സ്റ്റ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇഫ് യു വോണ്ട് ടു ലേൺ ഇറ്റ്, എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ പറയുന്നത് ലേമാൻസ് ലാംഗ്വേജിലായിരിക്കും. ഓരോ ബിഗിനറിനും മനസ്സിലാവുന്നത് പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഏജ് ഒന്നുമില്ല. അതിനുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഓണറബിൾ PM നരേന്ദ്രമോദിന്റെ സ്പീച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് പാരീസ് സമ്മിറ്റില് കഴിഞ്ഞ ദിവസം നമ്മുടെ PM ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി ലേൺ ഇംഗ്ലീഷ് ഇൻ ഹിസ് 60s. അതാണ് നേരത്തെ അറിയാവുന്ന ഒരു ഭാഷയല്ല,
പുതിയതായിട്ട് ഈ ഒരു ഏജിൽ പഠിച്ച് ഇത്ര ഭംഗിയായിട്ട് വിത്തൗട്ട് എനി നോട്ട്സ് ഒന്നും ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഒരു 12 മിനിറ്റ്സ് അടുത്തുള്ള ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തിട്ടുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് എ ബിഗ് ഗ്യാതറിംഗ്. അവിടെയുള്ള എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, പല ആൾക്കാരും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് ഹീ വാസ് സോ കോൺഫിഡൻറ്റ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ മറ്റാണെങ്കിൽ യൂട്യൂബിലുണ്ട്, നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കണം. സോ ഈ പഠിക്കുന്നതിന് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സംസാരിക്കാൻ നമ്മൾ ശീലിക്കുന്നതിനോ ഒന്നും ഏജിന്റെ ബാരിയർ ഇല്ല. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാന്നുള്ളത് നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലാവും. അപ്പൊ ആ സ്പീച്ച് ഒന്ന് കേട്ടു നോക്കുക. അതിൻ്റെയും പച്ചാണെങ്കിൽ അതിൻ്റെയും ഒരു തർജ്ജമയോ അല്ലെങ്കിൽ അതിലെ നല്ല നല്ല വാക്കുകൾ എടുത്ത് അതെങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you so much and bye from Agra.